ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല സൂപ്പർ ഡൂപ്പർ ഇൻട്രോ ആയിരുന്നു അല്ലേ? ഇറ്റ് ഹാപ്പൻസ്. അപ്പോൾ ഇന്ന് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത്. മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആണെന്ന് പറയുന്നേ ഉള്ളൂ. മോർണിംഗിലൊന്നല്ല ചെയ്യുന്നത്, എപ്പോഴാണോ നമ്മൾ എണീക്കുന്നത് അപ്പം നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. സ്കിൻ കെയർ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സ്കിന്നിന് കെയർ ചെയ്യുക, അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, അതിനെ ലവ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കതിൻ്റെ റിസൾട്ടും കിട്ടും. നമ്മൾ കൺസിസ്റ്റൻ്റ് ആവണമെന്ന് മാത്രം ആ കാര്യത്തിൽ. ഒരു കാര്യം തുടങ്ങിയിട്ട് ഒരു 1 വീക്ക് മാത്രം നമ്മൾ ചെയ്താൽ അതെന്തായാലും നമുക്ക് ഒരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്താൽ ഐ എം ഷുവർ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. എനിക്ക് നല്ല റിസൾട്ടാണ്. എൻ്റെ സ്കിന്ന് ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല സ്കിന്നായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനൊരു എൻ്റെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ ഉണ്ട് എനിക്ക്. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട് എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, മോർണിംഗ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫേസ് വാഷ് വെച്ചിട്ടാണ്. ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്നത് സിമ്പിളിൻ്റെ ഈ ഫേസ് വാഷാണ്. സിമ്പിളിൻ്റെ റിഫ്രഷിങ് ഫേഷ്യൽ വാഷ്. ഇത് ആക്ച്വലി നല്ല ഫേസ് വാഷാണ്. അത്ര നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുള്ളൊരു ഫേസ് വാഷാണ്, നല്ലതാണ്. ഇത് എൻ്റെ ഒരുപാട് ബോട്ടിലായത് ഞാനിത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന ടവൽസ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എത്ര ടവൽ യൂസ് ചെയ്യുമ്പോഴും, ഇപ്പോൾ ഫേസിനായിട്ട് വേറെ ടവൽ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല അതിൽ ഡേർട്ട് ഉണ്ട് എന്നുള്ളത്. സോ മാക്സിമം അത് താനേ ഡ്രൈ ആവാൻ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാൻ സാധാരണ ഫേസ് തന്നെ ഡ്രൈ ആവാനാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. അങ്ങനെ ടവൽസൊന്നും യൂസ് ചെയ്യാറില്ല ഫേസിൽ. ടോണറാണ് ഫസ്റ്റ് ടോണറാണ് യൂസ് ചെയ്യുക. ഇത് വരുന്നത് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നൈസനമൈഡ് ടോണറാണ്. ഇതും ഞാൻ ഒരുപാട് ബോട്ടിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി നമുക്കിങ്ങനെ ഫേസിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യാം, നല്ലതാണ്. നെക്സ്റ്റ് വരുന്നത് സിറം. ഇത് സാലിസിലിക് ആസിഡ് ഫേസ് സിറാണ്. ഇത് എനിക്ക് ആക്നെ ഉണ്ട്, ആക്നെ പിമ്പിളൊക്കെ വരാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഞാൻ. കഴിഞ്ഞോ? ഇത് കഴിയാനായിരുന്നു. ഇത് നിങ്ങൾക്കറിയണ്ടാവും, കുറേ കണ്ടിട്ടുണ്ടാവും റീൽസിലും കാര്യങ്ങളിലൊക്കെ. മറ്റേ സ്നെയിൽ മ്യൂസിനാണ്, അഡ്വാൻസ് സ്നെയിൽ 96 മ്യൂസിൻ പവർ എസൻസ് കോസറെക്സിൻ്റെ. ഇത് അടിപൊളി സാധനം കേട്ടോ. ഇത് ഈ ബോട്ടിൽ ഇത് തീരോനായി. എനിക്ക് പുതിയ ബോട്ടിൽ വാങ്ങിക്കണം. ഇത് സൂപ്പറാണ്. ഇത് ആക്ച്വലി ഇതിങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. വല്ലാണ്ട് ഇരുന്ന് റബ്ബ് ചെയ്യാൻ പാടില്ല മുഖത്ത്. ചുണ്ടത്തൊക്കെ ആയില്ലേ? ഈ സാധനം യൂസ് ചെയ്താൽ നിങ്ങളുടെ മുഖത്ത് അതുപോലെ ഇങ്ങനെ തിളങ്ങും. പിന്നെ വരുന്നത് നമ്മുടെ മോയ്സ്ചറൈസർ, ഡോക്ടർ ഷെത്തിൻ്റെ സെറാമൈഡ് ആൻഡ് വിറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഈ സാധനം ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള മോയ്സ്ചറൈസറാണ്.
ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് സ്കിൻ അബ്സോർബ് ചെയ്യും. എൻ്റെ സ്കിന്നിന് പെർഫെക്റ്റ് ആണ്. സോ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത് വരുന്നത്, സൺസ്ക്രീൻ വരുന്നത് .NKയുടെ വിറ്റാമിൻ C+E സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീനാണ്. ഈ മഞ്ഞ സൺസ്ക്രീൻ ഇത് ഇതിനൊന്നും എനിക്കൊന്നും പറയാനില്ല ഇതിനെക്കുറിച്ചിട്ട്. ഇത് എൻ്റെ എത്രാമത്തെയോ ബോട്ടിലാണ്. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ വേറെ സൺസ്ക്രീൻ ഞാൻ ട്രൈ ചെയ്തിട്ട് പോലുമില്ല. അത്ര സൂപ്പറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സൺസ്ക്രീനാണ്. സൂപ്പർ 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 അത്രയേ ഉള്ളൂ. ഇപ്പം മുഖത്തത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി സ്കിന്നിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഡവിൻ്റെ മോയ്സ്ചറൈസർ. കയ്യിലും കല്ലൊക്കെ തേക്കും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഓൾ ഡൺ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ. ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ. നിങ്ങളിങ്ങനെയൊക്കെ നിങ്ങളുടെ സ്കിൻ കൺസേണിനനുസരിച്ചിട്ട് സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അടിപൊളിയായിട്ടിരിക്കുക. താങ്ക് യു. ബൈ.